ഇനി ദേവികുളം മണ്ഡലത്തിന്റെ ഒരു ചിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ദേവികുളം മണ്ഡലത്തിലും വോട്ടർമാർ വിധി എഴുതിയിരിക്കുന്നു. ത്രികോണപ്പോര് നടക്കുന്ന മണ്ഡലത്തിൽ ജനവിധി ആർക്ക് അനുകൂലമാകുമെന്നത് പ്രവചനാതീതം. മണ്ഡലത്തിലെ പ്രധാന മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ രാവിലെ തന്നെ ബൂത്തുകളിൽ എത്തി വോട്ട് രേഖപ്പെടുത്തി. തുടക്കത്തിൽ ചില ബൂത്തുകളിലുണ്ടായ സാങ്കേതിക തടസ്സം ഒഴിവാക്കിയാൽ മണ്ഡലത്തിൽ സുഗമമായാണ് വോട്ടിംഗ് പൂർത്തീകരിച്ചത്. മണ്ഡലത്തിലെ മുന്നണികൾ മൂന്നും ഒരേപോലെ വിജയപ്രതീക്ഷയിലാണ്. തോട്ടം ആദിവാസി കാർഷിക മേഖലകൾ ചേരുന്ന ദേവികുളം മണ്ഡലത്തിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ തങ്ങളുടെ വിധി എഴുതി. ഇനി ജനഹിതം ആർക്കൊപ്പമെന്നറിയാനുള്ള കാത്തിരിപ്പാണ്. സംസ്ഥാനത്തെ ഏക ഗോത്ര പഞ്ചായത്തായ ഇടമലക്കുടിയിലെ 3 പോളിംഗ് ബൂത്തുകളടക്കം 215 പോളിംഗ് ബൂത്തുകളായിരുന്നു ദേവികുളം മണ്ഡലത്തിൽ ക്രമീകരിച്ചിരുന്നത്. വോട്ടെടുപ്പിന്റെ തുടക്കത്തിൽ ചില ബൂത്തുകളിലുണ്ടായ സാങ്കേതിക തടസ്സം ഒഴിവാക്കിയാൽ മണ്ഡലത്തിൽ സുഗമമായാണ് വോട്ടിംഗ് പൂർത്തീകരിച്ചത്. രാവിലെ മുതൽ തന്നെ വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലേക്കെത്തി. വോട്ടിംഗിന്റെ ആരംഭത്തിൽ പല ബൂത്തുകൾക്ക് മുമ്പിലും ക്യൂ രൂപപ്പെട്ടു. പിന്നീട് പതിയെ തിരക്ക് കുറഞ്ഞു. ഉച്ചയോടെ പല പോളിംഗ് ബൂത്തുകളിലും വോട്ടിംഗ് മന്ദഗതിയിലായി. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും പോളിംഗ് ബൂത്തുകളിൽ തിരക്കേറി. പോളിംഗിന്റെ അവസാന മണിക്കൂറുകളിൽ പല ബൂത്തുകളിലും ക്യൂ രൂപപ്പെട്ടു. മണ്ഡലത്തിലെ പ്രധാന മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ രാവിലെ തന്നെ ബൂത്തുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തി. UDF സ്ഥാനാർത്ഥി F രാജ പള്ളിവാസലിലും LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് A രാജ കുണ്ടള പുതുക്കടിയിലും NDA സ്ഥാനാർത്ഥി S രാജേന്ദ്രൻ മൂന്നാറിലും വോട്ട് രേഖപ്പെടുത്തി. ഉടുമ്പൻചോല MLA MM മണി 20 ഏക്കർ സർവിന്ത്യ LP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ ഉടുമ്പൻചോലയിലെ LDF സ്ഥാനാർത്ഥി KK ജയചന്ദ്രൻ കുഞ്ചിത്തണിയിൽ വോട്ട് ചെയ്തു. ഇടുക്കി നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പ്രതീഷ് പ്രഭ കമ്പളികണ്ടത്തെത്തി വോട്ട് രേഖപ്പെടുത്തി. ത്രികോണ പോര് നടക്കുന്ന ദേവികുളം മണ്ഡലത്തിൽ ജനവിധി ആർക്കനുകൂലമാകുമെന്നത് പ്രവചനാതീതമാണ്. നാടിളക്കിയുള്ള പ്രചാരണം മുന്നണികൾ മൂന്നും നടത്തിയ സാഹചര്യത്തിൽ അവസാന പോളിംഗ് ശതമാനം ഉയർന്നേക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് മണ്ഡലത്തിൽ കാര്യമായ അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. ഇന്നലെ രാത്രിയിൽ അടിമാലി കൂമ്മൻപാറയിൽ ദേശീയപാതയോരത്ത് NDA സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ച ബൂത്ത് തകർത്തതായി പരാതി ഉയർന്നു. ഇത് സംബന്ധിച്ച് NDA നേതൃത്വം അടിമാലി പോലീസിൽ പരാതി നൽകി. വോട്ടെടുപ്പ് പൂർത്തീകരിച്ച ശേഷം ദേവികുളം മണ്ഡലത്തിലെ വോട്ടിംഗ് മെഷീനുകൾ മൂന്നാർ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്രമീകരിച്ചിട്ടുള്ള സ്ട്രോങ് റൂമിലെത്തിക്കും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 68.53 ആയിരുന്നു ദേവികുളം മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇത്തവണത്തെ പോളിംഗ് ശതമാനം ഇതിനും ഏറെ മുകളിലേക്ക് പോയേക്കുമെന്നാണ് വിലയിരുത്തൽ. പ്രചാരണവും വോട്ടെടുപ്പും പൂർത്തിയായതോടെ ഇനി വിധി നിർണയ ദിവസത്തിലേക്കുള്ള കാത്തിരിപ്പിലാണ് മണ്ഡലത്തിലെ മുന്നണി സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഒപ്പം വോട്ടർമാരും. ന്യൂസ് ബ്യൂറോ, അടിമാലി.